ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് മാറി കേട്ടല്ലോ. ഇനി എനിക്ക് വയ്യടാ ഇനി ഇവിടെ നിൽക്കാനായിട്ട്. ഇടത്തേക്ക് എത്ര പ്രാവശ്യം പറയാം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് നിനക്കൊക്കെ. ആ ബീർ കുപ്പിയൊക്കെ നോക്കി ആ തറ കിടക്കുന്ന ആവശ്യം എടാ അതൊക്കെ ഞാനാടാ വൃത്തിയാക്കേണ്ടത്. എടാ ഇന്ന് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണോടാ. നിന്റെയൊക്കെ ഓരോ കാര്യങ്ങൾ കാരണം ഞാൻ ഇതൊക്കെ അനുഭവിക്കണമല്ലോടാ. ഇന്ന് ഏത് പെണ്ണാണ് റൂമിൽ കയറിയത്? ഈ ഓണർ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിന്റെ അടുത്തൊക്കെ പറഞ്ഞല്ലേ ഇവിടെ പെൺപിള്ളേരെ കയറ്റി വിടുന്നു. പിന്നെന്തിനാ ഇതിനകത്ത് ഇപ്പൊ റൂമിൽ പെൺപിള്ളേരെ കയറ്റേണ്ട കാര്യം എന്തോ? ചേച്ചിയടാ. ആരെ ചേച്ചി? എടാ ഇവിടെ വരുന്ന ആൾക്കാർ എനിക്ക് പോലും അറിയാത്ത ആൾക്കാരാടാ. ഇവിടെ എത്ര പേരാണ് ഇവിടെ കയറി ഇറങ്ങുന്നത്? എടാ ഞാൻ നിന്റെ അടുത്ത് എന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ പറയാം, നമ്മൾ ഇനി ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്ന് പോവാടാ. നീ ഇവിടെ നിൽക്കും. എടാ എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീ വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ എന്തൊക്കെയാടാ കാണിക്കുന്നത്? ഈ റൂമിന്റെ കോലം നീ നോക്കിയടാ. ശരിയാക്കാം. എന്ത് ശരിയാക്കാന്ന്? കുറെ നേരമായിട്ട് നീയൊക്കെ ശരിയാക്കാൻ പറഞ്ഞ കഴിഞ്ഞ 2 മാസത്തെ റെന്റ് കൊടുത്തിട്ടില്ല. 2 മാസം റെന്റ്. പിന്നെ ഈ മതിലൊക്കെ നീക്ക് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ ഇന്നലെ രാത്രി നിന്ന് ഫുട്ബോൾ കളിയുള്ളൂ അവിടെ ഇരുന്നിട്ട്. അവിടെ അപ്പുറത്തെ വീട്ടിൽ എന്റെ പേരിലാണ് ഈ വീട്ടിൽ കരാർ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഞാനാടാ കേൾക്കുന്നത്, കെയർടേക്കറുടെ ചെയ്യുന്നത്. നീയൊക്കെ കാണിക്കുന്ന കൂത്താട്ടത്തിന് എനിക്കാണല്ലോ കേൾക്കുന്നതെല്ലാം. പിന്നെ ഞാൻ മിണ്ടാതില്ലെന്നും പറഞ്ഞിട്ട് നീ കൂടുതൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല.